ഡോക്ടർ എസ് എസ് ലാൽ. റജി തെറ്റിദ്ധരിച്ചു. ഞാൻ അച്യുതാനന്ദൻ മെഡിക്കൽ കോളേജ് കൊണ്ട് കിടത്തണമെന്നല്ല ഞാൻ പറഞ്ഞു, കിടത്തരുതെന്ന് ഞാൻ പറയുള്ളൂ. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് ജീവനോട് നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. അദ്ദേഹത്തെ ഒരു കാരണവശാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കളയരുത്. അതുപോലെ അവർ ചികിത്സിക്കേണ്ട അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്താണ്. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കുഴപ്പമില്ലെങ്കിൽ എന്തുകൊണ്ട് ശ്രീ അച്യുതാനന്ദൻ അവിടെ കൊണ്ടുപോയില്ല എന്ന് ചോദിച്ചാണ്. സ്വാഭാവിക ചോദ്യം. ഞാനും പോയില്ല, അവിടം പറ്റിയിട്ട് ഞാൻ പോയത് പ്രൈവറ്റ് ആശുപത്രിയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ എല്ലാം സഹിച്ചാലും അവിടുത്തെ ടോയ്ലറ്റുകൾ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആയാലും പൊന്നാനി മെഡിക്കൽ കോളേജുകളായാലും ഒരുപാട് പ്രശ്നങ്ങൾ നടുവിലാണ്. അത് സർക്കാർ വളരെയധികം അധ്വാനം ചെയ്ത് എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ടുവന്ന്, സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ടുവന്ന്, സ്വകാര്യ ആശുപത്രികളുടെ സംരംഭകരുടെയൊക്കെ സംവിധാനങ്ങളും അവരുടെയൊക്കെ സൗകര്യങ്ങളും കൂടെ ഒരുമിച്ചെടുത്ത് രക്ഷപ്പെടുത്താനേ പറ്റുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആക്കുകയാണ്, ശ്രീ അച്യുതാനന്ദനെ യാതൊരു കാരണവശാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ അവസ്ഥയെ കൊണ്ടുപോകരുത്. ഇപ്പോൾ പ്ലെയിനിൽ കുറേ മരുന്ന് വരുത്തിയാണ്. അവിടെ ഒരുപാട് ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിലും പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. പിന്നെ അവർക്ക് അദ്ദേഹത്തിന് ആരോഗ്യം നീട്ടിക്കിട്ടാനായിട്ട്, ആയുസ് നീട്ടിക്കിട്ടാൻ നല്ല ചികിത്സ എവിടെയാണെന്ന് വെച്ചാൽ അത് കിട്ടട്ടെ. പിന്നെ മറ്റു ചില കാര്യങ്ങൾ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. കേരളം എല്ലാത്തിലും നമ്പർ 1 അല്ല. ഒരു കാരണവശാലും റജി എങ്ങും പോയി പറയരുത് ആത്മഹത്യ നിരക്ക് കേരളത്തെ കണ്ടുപിടിക്കാൻ. റോഡപകടം കേരളത്തെ കണ്ടുപിടിക്കാൻ ബീഹാറിലൊന്നും പോയി പറയരുത്. ഡയബറ്റീസും കൊളസ്ട്രോളും ഒക്കെ കേരളത്തെ കണ്ടുപിടിക്കാൻ പറയരുത്. ആൾ അപകടത്തിൽപ്പെട്ടു. ഓക്കെ റജി, നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, പെട്ടെന്ന്, ഒരു മിനിറ്റ്. അതായത് നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട വസ്തുത, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, എങ്കിലേ തിരുത്താൻ പറ്റത്തുള്ളൂ. അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനാണ്, വിമർശനം വയ്ക്കണം. പക്ഷെ അതിനെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയെ മുഴുവനും നശിപ്പിച്ചു, അല്ലെങ്കിൽ അത് മുഴുവൻ തകർന്നു പോയിരിക്കണമെന്ന് പറയരുത്. ഈ ആരോഗ്യ മേഖലയെ 1ാം സ്ഥാനത്ത് പതിവായിട്ട് പറയുന്നത് ആരാ? ലോകാരോഗ്യ സംഘടന പോലും കേരളത്തിന്റെ ആരോഗ്യ സിസ്റ്റത്തെ പ്രശംസിച്ചിട്ടുണ്ട് കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട്. അതുകൂടെ മനസ്സിലാക്കണം. അത് പക്ഷെ തെറ്റുകൾ ഉണ്ടാകാം, അത് ഞാൻ നിഷേധിക്കുന്നില്ല. ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ഒന്നടങ്കം നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളും ഹോസ്പിറ്റലുകളും മുഴുവൻ തകർന്നു എന്ന് പറഞ്ഞാൽ രോഗികൾ പരിഭ്രാന്തരാകും. സാമ്പത്തികം ഇല്ലാത്ത എത്ര പാവങ്ങളൂടെ ഉണ്ട്. അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കടത്തിവിടാനായിട്ടുള്ള തന്ത്രം ചില ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് ആരും നിഷേധിക്കണ്ട. അവരെന്തായാലും നിർധനരായ രോഗികൾ എന്തായാലും സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകില്ല. അതുകൊണ്ട് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തണം. ശ്രീ റജി ലൂക്കോസ്, ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. നേരത്തെ ഡോക്ടർ സജയ് അത് സമ്മതിച്ചില്ല. വെന്റിലേറ്ററിൽ തന്നെയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യം. ശ്വാസം കൊടുക്കേണ്ടവർ, ഉത്തരവാദപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ശ്വാസം കൊടുത്ത് പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ളതാണ് അപേക്ഷ.